എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 123, 124 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതിൽ ആദ്യത്തെ ശ്ലോകം 123ാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും 124ാമത്തേതിൽ ഉപേന്ദ്രവജ്ര വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണനും ബലരാമനും ചേർന്നിട്ട് രുക്മിയുടെ സൈന്യത്തെ അല്ലെങ്കിൽ ശിശുപാലൻ്റെ സൈന്യത്തെയൊക്കെ തോൽപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വിഷയങ്ങളൊക്കെ തന്നെയാണ് പിന്നെയും വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 123ാമത്തെ ശ്ലോകം നോക്കാം. അനുസ്മരന്തഃ സുകൃതം പ്രഭൂണാമസിദ്വിതീയാൻ ദ്വിഷതോ നിപാത്യ മനസ്വിനഃ പ്രാപുരശസ്ത്രഭേദ്യം ശസ്ത്രക്ഷതാ കീർത്തിമയം ശരീരം. ആദ്യം പദച്ഛേദം പറയാം. അനുസ്മരന്തഃ സുകൃതം പ്രഭൂണാം അസിദ്വിതീയാൻ ദ്വിഷതഃ നിപാത്യ മനസ്വിനഃ പ്രാപു അശസ്ത്രഭേദ്യം ശസ്ത്രക്ഷതാഃ കീർത്തിമയം ശരീരം. യുദ്ധത്തിൽ ആയുധപ്രഹരം കൊണ്ട് മരിച്ചു പോണവരുടെ കാര്യമാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. മനസ്വിന, നമുക്ക് അന്വയത്തിലേക്ക് കിടക്കാം. മനസ്വികൾ. അസിദ്വിതീയാൻ ദ്വിഷത നിപാത്യ. അസിദ്വിതീയന്മാർ എന്ന് പറഞ്ഞാൽ, അസി എന്ന് പറഞ്ഞാൽ വാളാണ്. അസി ദ്വിതീയമായിട്ടുള്ളവൻ, അതായത് അസി വാള് മാത്രം കൂട്ടുകാരനായിട്ടുള്ളവൻ. യുദ്ധത്തിൽ തനിക്ക് സഹായമായിട്ട് വേറെ ആരും ഇല്ല, തൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം മാത്രമേ ഉള്ളൂ, വാള് മാത്രമേ ഉള്ളൂ ആ സേനാനിക്ക് അല്ലെങ്കിൽ ആ ഭടന് സഹായമായിട്ടുള്ളൂ. അങ്ങനെയുള്ളവരെയാണ്, അതുമാത്രമേ സഹായമുള്ളൂ എന്നുള്ള ആൾക്കാരെയാണ് അസിദ്വിതീയന്മാർ എന്ന് പറയുന്നത്. ഇവിടെ വാള് മാത്രം സഹായമായിട്ടുള്ളവൻ, മറ്റൊരു സഹായം ഇല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ മറ്റൊരു സഹായത്തിൻ്റെ ആവശ്യമില്ലാത്ത ആൾ, എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അസിദ്വിതീയന്മാരായിട്ടുള്ള വാളോങ്ങി ആക്രമിക്കാൻ നിൽക്കുന്നതായ ഭടന്മാർ, അവരെ എന്താ ചെയ്യുന്നത്? മനസ്വികൾ, അതായത് മറുപക്ഷക്കാർ, അവർ ഇവരെ വധിക്കുകയാണ്. മനസ്വിന അസിദ്വിതീയാൻ ദ്വിഷത നിപാത്യ. ആ ശത്രുക്കളെ, അതായത് ഏത് പക്ഷമായാലും അവർക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്നവരെ വധിക്കുകയാണ്. അതാണ് അസിദ്വിതീയാൻ ദ്വിഷത നിപാത്യ. ശത്രുക്കളെ, ദ്വിഷത എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ എന്നർത്ഥം, ദ്വിതീയ ബഹുവചനാണ്. അവരെ വീഴ്ത്തിയിട്ട് അഥവാ വധിച്ചിട്ട് എന്താ ചെയ്യണത്? പ്രഭൂണാം സുഹൃതം അനുസ്മരന്ത ശസ്ത്രക്ഷതാഃ. ഇനി ആ മരിച്ചു വീഴുന്നവർക്ക് എന്താ സംഭവിക്കുന്നത്? അവരുടെ സുഹൃതം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രഭുക്കന്മാരുടെ സുഹൃതം കൊണ്ട്, ഈ പ്രഭുക്കന്മാരൊക്കെ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് ഭടന്മാർക്ക് വീരസ്വർഗം കിട്ടണത് എന്നുള്ളതാണ് പറഞ്ഞു വരണത്. അതാണ് പ്രഭൂണാം സുഹൃതം അനുസ്മരന്ത. അവരെ യുദ്ധത്തിലേക്ക് നിയോഗിച്ചവരായിട്ടുള്ള അവരവരുടെ സ്വാമിമാർ, യജമാനന്മാർ, രാജാക്കന്മാർ, അവരുടെ സുഹൃതത്തെ ഓർത്തുകൊണ്ട്, അതായത് തൻ്റെ പക്ഷത്തിന് വേണ്ടിയിട്ട്, തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് തനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തോട് കൂടിയിട്ട്, അതാണ് പ്രഭൂണാം സുഹൃതം അനുസ്മരന്ത ശസ്ത്രക്ഷതാ. അങ്ങനെ മുറിവേറ്റവരായിട്ടുള്ള ആൾക്കാർ, ഒരു കൂട്ടർ മുറിവേൽപ്പിക്കുന്നു. ആ മുറിവേറ്റവർ അവരവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രാണത്യാഗം നടത്തുന്നു. അങ്ങനെ അഭിമാനത്തോടു കൂടിയിട്ടാണ് അവർ മരിച്ചു പോകുന്നത്. അതാണ് പ്രഭുക്കന്മാരുടെ സുഹൃതം. അവർക്കിനി നന്മ വരുമല്ലോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് തനിക്ക് ഇത്രയ്ക്കൊക്കെ എങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഓർമ്മയോട് കൂടിയിട്ട് അനുസ്മരന്ത ശസ്ത്രക്ഷതാഹ, മുറിവേറ്റവരായ, ശസ്ത്രം ആയുധം കൊണ്ട് മുറിവേറ്റവരായിട്ടുള്ള ഈ സൈനികന്മാർ അശസ്ത്രഭേദ്യം കീർത്തിമയം ശരീരം പ്രാപു. അവർ മറ്റൊരു ശരീരത്തെ പ്രാപിക്കുന്നു. എങ്ങനെയുള്ള ശരീരമാണത്? കീർത്തിമയം ശരീരം, കീർത്തി കൊണ്ടുണ്ടാക്കിയതായ, കീർത്തി മാത്രമുള്ളതായ ശരീരം. അതായത് ഈ ലൗകികമായിട്ടുള്ള ശരീരം ത്യജിക്കുകയാണല്ലോ, മുറിവേൽക്കുമ്പോൾ മരിക്കുന്നു, ശരീരം ത്യജിക്കുന്നു. അവർക്ക് മറ്റൊരു ശരീരം അപ്പോൾ ലഭിക്കുകയാണ്. അതിൽ അശസ്ത്രഭേദ്യമാണ് ആ ശരീരം. ആയുധങ്ങളെ കൊണ്ടൊന്നും മുറിവേൽപ്പിക്കാൻ പറ്റാത്ത, ആക്രമിക്കാൻ പറ്റാത്തതായിട്ടുള്ള, കീർത്തി കൊണ്ട് മാത്രം സൃഷ്ടിച്ചെടുത്തതായ മറ്റൊരു ശരീരം അവർ സ്വീകരിക്കുന്നു, അവർക്ക് ലഭിക്കുന്നു. അതായത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ഈ ശരീരമുണ്ടല്ലോ, കയ്യ്, കാല്, കണ്ണ്, മുഖം, അങ്ങനെയൊക്കെ എല്ലാം ചേർന്നിട്ടുള്ളതായ ശരീരത്തിനെ
ഇല്ലാതെയാക്കി തീർക്കുകയാണ് ശത്രുക്കൾ ചെയ്യണത്. ആ സമയം അവർക്ക് ശരീരമില്ലാതെയാവുന്നില്ല, മറ്റൊരു ശരീരത്തെ അവർ സ്വീകരിക്കുന്നു. അവിടെ കീർത്തി മാത്രമേ ഉള്ളൂ. എന്താണ് കീർത്തി? അവരവരുടെ രാജ്യത്തിനു വേണ്ടിയിട്ട് പൊരുതി മരിക്കുന്നവർ, വീരസ്വർഗം പ്രാപിക്കുന്നവർ എന്നുള്ളൊരു കീർത്തി, ആ കീർത്തിയുടെ രൂപത്തിലുള്ള ശരീരം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയണത്. കഠിനമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. രണ്ട് പക്ഷത്തുള്ള സൈനികരും മരിച്ചു പോകുന്നതായിട്ട് പറയുകയാണ്. അവരവരുടെ പ്രഭുക്കന്മാരുടെ സുഹൃതത്തെ ഓർത്തുകൊണ്ട് കീർത്തിമയമായിട്ടുള്ള ശരീരത്തിലേക്ക് മാറിപ്പോകുന്നു എന്നാണ് പറയണത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. സലീലയാ താനി ബലാനി രാജ്ഞാം ക്ഷണേന രാമോ യുധി സഞ്ജഹാര ചരാചരാണീവ ജഗന്തി ദേവോ യുഗാവസാനേ ഹരിണാംഗമൗലി. ബലരാമൻ്റെ യുദ്ധത്തിനെ പറ്റിയിട്ടാണ് കവി വർണ്ണിക്കാൻ തുടങ്ങുന്നത്. നമുക്കാദ്യം പദച്ഛേദം പറയാം. സ ലീലയാ താനി ബലാനി രാജ്ഞാം ക്ഷണേന രാമ യുധി സഞ്ജഹാര ചരാചരാണി ഇവ ജഗന്തി ദേവ യുഗാവസാനേ ഹരിണാംഗമൗലി. സ രാമ, ശ്രീകൃഷ്ണൻ്റെ കൂടെ ബലരാമനുണ്ടായിരുന്നു യുദ്ധത്തിന് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പറയേണ്ടായി. മുമ്പിലാണ് നിന്നത്. ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് യുദ്ധം നയിച്ചു. തന്നെ ആക്രമിച്ചിട്ടല്ലാതെ ശ്രീകൃഷ്ണനെയും രുക്മിണിയെയും ആർക്കും ആക്രമിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മുമ്പിൽ നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്തത് ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമൻ. ആ ബലരാമൻ പിന്നെ എന്തൊക്കെയാണ് ചെയ്യണത്? ലീലയാ, അനായാസമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ എളുപ്പം തന്നെ ക്ഷണേന, നിമിഷ നേരം കൊണ്ട് താനി രാജ്ഞാം ബലാനി, ആ രാജാക്കന്മാരുടെ സൈന്യത്തിനെ മുഴുവനും തന്നെ, രാജ്ഞാം ശത്രുപക്ഷത്തിലെ രാജാക്കന്മാരുടെ സൈന്യങ്ങളെ മുഴുവനും തന്നെ അവരെ എന്തു ചെയ്തു? അവരെ സഞ്ജഹാര, ഇല്ലാതെയാക്കി, വധിച്ചു കളഞ്ഞു. ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതെയാക്കി എന്നാണ് പറയണത്. അതിന് ഒരു ഉപമാലങ്കാരം കവി ഇവിടെ ഉപയോഗിക്കുകയാണ്. ആരെ പോലെ? യുഗാവസാനേ ഹരിണാംഗമൗലി ദേവ ചരാചരാണി ജഗന്തി ഇവ. യുഗാവസാനത്തിൽ, ഓരോ യുഗങ്ങളും അവസാനിക്കുമ്പോൾ, ഓരോ 4 യുഗങ്ങളും അവസാനിക്കുമ്പോഴൊക്കെ പ്രളയങ്ങളുണ്ടാവും. പ്രളയങ്ങൾ എന്നുള്ളത് കൊണ്ട് വെള്ളം വന്ന് മൂടുക എന്നുള്ള അർത്ഥത്തിലും ചിലതിലൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ പ്രകർഷേണ ലയം, ഇവിടെ ഒന്നുമില്ലാതെയാവുക. ആ ഇല്ലാതെയാവുന്നത് സംഹരിക്കൽ കൊണ്ട് സംഭവിക്കുന്നതാണ്. സംഹാരം എന്നുള്ളത് ഭഗവാൻ മഹാദേവൻ്റെ ഉത്തരവാദിത്തമാണ്, കർത്തവ്യമാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം അല്ലെങ്കിൽ സൃഷ്ടി, സ്ഥിതി, പ്രളയം, ഇതൊക്കെ ഭഗവാന്മാർ 3 പേരും കൂടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടിക്കുക എന്നുള്ളത് ബ്രഹ്മാവിൻ്റെ ജോലിയാണ്. സംരക്ഷിക്കുക എന്നുള്ളത് മഹാവിഷ്ണുവിൻ്റെ ജോലിയാണ്. സംഹരിക്കുക അല്ലെങ്കിൽ പ്രകർഷേണ ലയിപ്പിക്കുക എന്നുള്ളത് ഭഗവാൻ പരമശിവൻ്റെ ജോലിയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയണത് യുഗാവസാനത്തിൽ ഈ പ്രളയം എന്ന് പറയണത് ഭഗവാൻ മഹാദേവൻ്റെ ഉത്തരവാദിത്തമാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. അങ്ങനെ യുഗം അവസാനിക്കുമ്പോൾ ഹരിണാംഗമൗലിയായിട്ടുള്ള ദേവൻ, ഹരിണാംഗമൗലി എന്നുള്ളത് കൊണ്ട് ഹരിണം മാനാണ്, ഹരിണാംഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. ഹരിണത്തിൻ്റെ അംഗം ആരിലാണോ ഉള്ളത്, ഹരിണസ്യ അംഗഃ യസ്യ അസ്തി സഹ ഹരിണാംഗമൗലി. അതായത് ചന്ദ്രൻ്റെ ഉള്ളിൽ ഒരു മാൻ പോലെ ഒരു രൂപം അല്ലെങ്കിൽ ഒരു കളങ്കം ഉണ്ടല്ലോ, അതിനെ മാനാണ് എന്ന് ചിലർ പറയുന്നുണ്ട്, മുയലാണ് എന്ന് വേറെ ചിലർ പറയുന്നുണ്ട്. അതുകൊണ്ട് 2 പേര് ചന്ദ്രന് വന്ന് ഭവിക്കുകയും ചെയ്തു. മൃഗാങ്കൻ എന്നും പേരുണ്ട്, ശശാങ്കൻ എന്നും പേരുണ്ട്. ശശി എന്നും വിളിക്കാറുണ്ട്, ശശം ഉള്ളിലുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ പറയണത് ഹരിണാംഗമൗലി എന്നാണ്. അതായത് മൃഗാങ്കനെ, ചന്ദ്രനെ മൗലിയിൽ, ശിരസിൽ അലങ്കാരമായിട്ട് ധരിക്കുന്ന ദേവൻ ശ്രീപരമേശ്വരൻ. അതാണ് യുഗാവസാനത്തിൽ ശ്രീപരമേശ്വരൻ ചരാചരാണി ജഗന്തി, ചരിക്കുന്നതും ചലിക്കാത്തതുമായ ഈ പ്രപഞ്ചത്തെ, അനങ്ങണതുണ്ട് അനങ്ങാത്തതുണ്ട്, പാറ പോലെയുള്ളതൊന്നും അനങ്ങില്ല, മരങ്ങൾ, മനുഷ്യർ, ജീവികൾ അതൊക്കെ അനങ്ങും. അങ്ങനെ അനങ്ങുന്നതും അനങ്ങാത്തതുമായിട്ടുള്ള നമ്മുടെ മുമ്പിൽ കാണുന്നതായിട്ടുള്ള ഈ ലോകത്തിനെ മുഴുവനും തന്നെ ജഗന്തി, ജഗത്, ജഗതി, ജഗന്തി എന്ന് പറയുമ്പോൾ ലോകങ്ങളെ എന്നർത്ഥം. ഇവ, ലോകങ്ങളെ എന്ന പോലെ സഞ്ജഹാര, ബലരാമൻ ആ സൈന്യത്തിനെ മുഴുവനും സംഹരിച്ചു.
എങ്ങനെയാണോ ഭഗവാൻ ശ്രീപരമേശ്വരൻ യുഗാവസാനത്തിൽ ഈ ലോകത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളെയും ഇല്ലായ്മ ചെയ്യുന്നത്, അതുപോലെ മുച്ചൂടും നശിപ്പിച്ചു കളഞ്ഞു. സൈന്യത്തിനെ ഒന്നുപോലും ബാക്കിയില്ലാതെ നശിപ്പിച്ചു കളയാണ്. തൻ്റെ മുമ്പിൽ വന്നവരെ മുഴുവനും സംഹരിക്കുകയാണ് ബലരാമൻ ചെയ്തത് എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അനുസ്മരന്ത സുഹൃതം പ്രഭൂണാമസിദ്വിതീയാൻ ദ്വിഷതോ നിപാത്യ മനസ്വിനഃ പ്രാപുരശസ്ത്രഭേദ്യം ശസ്ത്രക്ഷതാ കീർത്തിമയം ശരീരം സലീലയാ താനി ബലാനി രാജ്ഞാം ക്ഷണേന രാമോ യുധി സഞ്ജഹാര ചരാചരാണീവ ജഗന്തി ദേവോ യുഗാവസാനേ ഹരിണാംഗമൗലി. വളരെ ശക്തമായിട്ടുള്ള യുദ്ധത്തിൻ്റെ വർണ്ണനയാണ്. അതായത് ആരെയും ബാക്കി വയ്ക്കാതെ തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഓരോരുത്തരെയും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീകൃഷ്ണൻ്റെ യുദ്ധവും ഭീകരമാണ്, ബലരാമൻ്റെ യുദ്ധം അതിലേറെ ഭീകരമാണ്. അതുകൊണ്ടാണ് മുമ്പിൽ വരുന്നവരെ മുഴുവനും വധിച്ചു കളഞ്ഞു എന്ന് പറയണത്. ഇനി എന്തൊക്കെയാണ് വരാൻ പോണത് എന്നുള്ളതൊക്കെ അടുത്ത ദിവസത്തെ ശ്ലോകങ്ങളിൽ നോക്കാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.